ശ്രീ സലിം മടവൂർ, മറുപടിയുണ്ടോ? സർക്കാർ എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത്? എന്തിനാണ് മുകേഷിന് ഇങ്ങനെ സംരക്ഷണ കവചം ഒരുക്കുന്നത്? കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നത്. പല നടിമാരും ആരോപണം ഉന്നയിക്കുന്നു, പരാതി കൊടുക്കാൻ തയ്യാറില്ല. അപ്പം കൃത്യമായി പരാതി കൊടുക്കണം. പിന്നെ പല പരാതികളും കേസിൽ പരാതി കൊടുക്കേണ്ട സമയം കഴിഞ്ഞ്, അതായത് 5 വർഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പഠിച്ചെടുത്തോളം 5 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന ആരോപണം അത് 5 വർഷത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പൊ അത് ശ്രീ ഷാജഹാൻ അഡ്വക്കേറ്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് കിട്ടിയ അഭിപ്രായം അത് 5 വർഷത്തിനുള്ളിൽ പരാതി കൊടുക്കണം. അതേസമയത്ത് റേപ്പ്, അതേപോലെ തന്നെ റേപ്പ് അറ്റംപ്റ്റ്, ഇത്തരം കേസുകൾ എന്നും കൊടുക്കണം. അതേസമയത്ത് ചെറിയ മറ്റു തരത്തിലുള്ള അബ്യൂസ് അല്ലെങ്കിൽ സംഭാഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ കൃത്യസമയത്തിനുള്ളിൽ തന്നെ പരാതി കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതൊക്കെ പലതും ആരോപണങ്ങളാണ്. മുകേഷിനെതിരെയുള്ളത് ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം മുറി മാറ്റാൻ പറഞ്ഞു, ടിസ് ജോർജിന്റെ മുറി അദ്ദേഹത്തിന്റെ മുറിക്ക് അടുത്തേക്ക് കൺട്രോളർ മാറ്റി, ഇത് ദുരുദ്ദേശപരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളാണ്. അവര് വളരെ പ്രശസ്തയായ ഒരു സ്ത്രീയാണ്. അപ്പൊ എനിക്ക് അഭിപ്രായപ്പെട്ടു, ഞാൻ ആരെയും ന്യായീകരിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ കൃത്യസമയത്ത് ഇത്തരം സംഭവങ്ങൾ, പ്രത്യേകിച്ച് ടിസ് ജോർജിനെ പോലെയുള്ള ആളുകൾ, അതേപോലെയുള്ള ഉന്നതരായ വ്യക്തിത്വങ്ങൾ, സധൈര്യം നേരിടാൻ കഴിയുന്ന ആളുകൾ, അത് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ശ്രീലേഖ മാത്രമാണ് നേരത്തെ ഉള്ളത്. ഇവരൊക്കെ കൃത്യമായി കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്ന ആളുകളാണ്. ആ കൃത്യസമയത്ത് ഇവരൊക്കെ ഇടപെട്ടിരുന്നുവെങ്കിൽ അതിനുശേഷം മലയാള സിനിമാ മേഖലയിൽ പെൺകുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ അവിടെ അവസാനിക്കുമായിരുന്നു. ഇവർ വലിയ തെറ്റ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനങ്ങ് പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എത്രയും പറയാം, ഞാൻ എതിരല്ല. അപ്പോ ഈ ആളുകളൊക്കെ തന്നെ ഇവരും കുറ്റക്കാരാണ്. കൃത്യസമയത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മുതിർന്ന അംഗങ്ങൾ, കുറച്ചുകൂടെ സ്വാധീനമുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് നേരെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്ന് ആരോപിക്കുമ്പോൾ അവർ കൃത്യമായി പോലീസിന് പരാതി കൊടുത്തുകൊണ്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ ഉയർത്തിക്കൊണ്ട് ഇത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് കുഞ്ഞനിയത്തിമാർ, വരുന്ന തലമുറയിലെ അനിയത്തിമാർക്ക് ഈ അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ആളുകളാണ് അവര്. അന്നൊക്കെ തന്നെ പലരും, ഞാനത് ആരോപണം ഉന്നയിക്കുന്നല്ല, പലരും അക്കാലത്തുള്ള പ്രശസ്തിയും അക്കാലത്തുള്ള സിനിമകളും എല്ലാം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത് ആരോടും പറയുന്നില്ല, പരാതിപ്പെട്ടില്ല. എന്നിട്ട് ഇപ്പോഴാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പരാതി പറയാൻ തയ്യാറാവുന്നത്. എന്ന് വെച്ചാൽ ഫീൽഡിൽ നിന്നൊക്കെ ഏകദേശം അവസാനിക്കുമ്പോൾ മാത്രം പരാതി പറയുന്നത് എത്രമാത്രം നീതിയുക്തമാണ് എന്ന്. ഞാൻ പറയട്ടെ ഇരകളെ ഇങ്ങനെ ആക്ഷേപിക്കരുത്, ഇരകളായിട്ടുള്ള സ്ത്രീകളെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഞാൻ അല്ലല്ലോ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പ്രതികളെ ഒരു തരത്തിലും അതായത് ഇവരൊക്കെ ഫീൽഡിൽ നിൽക്കാൻ വേണ്ടി ഇതൊക്കെ സഹിച്ചു, അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ ഫീൽഡിൽ നിന്ന് ഔട്ടാകുമെന്നായപ്പോൾ പുതിയ വാദങ്ങളുമായി വരുന്നു എന്നാണോ? അല്ല, ഇവരൊക്കെ അന്നേ വെച്ച് മതിയാക്കിയതാണ്. പലരും ഇതിൽ ഭയന്നുപോയി മാറി നിന്നവരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും സധൈര്യം തന്നെ മുന്നോട്ട് വരാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ബംഗാളി നടി ശ്രീലേഖ മിത്ര എത്രത്തോളം പ്രശസ്തയാണ് അവിടെ എന്നുള്ളത്. അവർക്ക് ഇത് കൃത്യമായി അന്ന് തന്നെ പറയാമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അവർ ഭയന്നു പോയതുകൊണ്ടാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു തുടക്കം മാത്രമാണ്. 4.5 വർഷം അത് പൂഴ്ത്തി RTI പറഞ്ഞതിലും കൂടുതൽ പേജുകൾ വെട്ടി നിരത്തിക്കൊണ്ടാണ് പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിച്ചത്. എന്നിട്ടും ഇപ്പോൾ ഈ പരാതി കൊടുത്ത സ്ത്രീകൾ, അവരുടെ ചരിത്രം, ഇതൊക്കെ ചികയലാണ്. അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ ഇതിന് ഇടക്ക് കാര്യം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവർ കൃത്യസമയത്ത് പരാതി കൊടുക്കാതിരുന്നത് തെറ്റാണ്. അവർ കൊടുക്കേണ്ടിയിരുന്നു. അവർ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അതിന് ശേഷമുള്ള, ഇപ്പൊ ഞാൻ ഇപ്പോഴും സിനിമയിൽ ഞാൻ ഇതിൽ ശ്രദ്ധിച്ചത്, അടുത്ത കാലത്തുള്ള, അത് 5 വർഷം 6 വർഷത്തിനിടയിലുള്ള ഇത്തരത്തിലുള്ള പരാതികൾ വളരെ ചുരുക്കമാണ് ഇപ്പോഴും വരുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള പരാതികൾ വരുന്നില്ല, വളരെ പഴയ പരാതികളാണ് ഇപ്പോഴും വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടയ്ക്ക് ചാടി എന്റെ തെറ്റിനെ ചൂണ്ടി കാണിക്കാനും വെളിച്ചത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സമയമല്ലേ? നിങ്ങൾ പറയാമല്ലോ.